ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് എവിടേക്കാ പോകുന്ന അറിയോ? ഞങ്ങളുടെ ദേശത്തമ്പലത്തിലേക്കാണ് കേട്ടോ. കൊച്ചനംകുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക്. അവിടെ ഇന്ന് പ്രസാദ ഊട്ടാണ്. എല്ലാ മാസവും പുണർദം നാളില് അവിടെ പ്രസാദ ഊട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ മക്കള് കുറേ പറയണു അമ്പലത്തിലേക്ക് പോയി ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പൊ പോവാൻ പറ്റാറില്ല, കാരണം അവർക്ക് അധികവും സ്കൂളുള്ള ദിവസങ്ങളിലാവും. അപ്പൊ പോവാൻ പറ്റാറില്ല. അപ്പൊ ഇന്ന് കർക്കിടക വാവിന്റെ ലീവാണല്ലോ. അപ്പൊ എന്തായാലും മക്കളെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ പോകുന്നതിന്റെ ആ ഒരു സന്തോഷ പ്രകടനമൊക്കെയാണ് കേട്ടോ കാണുന്നത്. മോള് ഡാൻസ് കളിക്കുന്നുണ്ട്. അവള് സന്തോഷിച്ച് ഡാൻസ് കളിച്ച് ആർമാദിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അത് കൃഷ്ണയുടെ അമ്മയാണ്. ഞങ്ങൾ കൃഷ്ണയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവള് വന്നിട്ട് വേണം. ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ടോക്കൺ എടുക്കണം കേട്ടോ. ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ അവള് വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ കയറാലോ എന്ന് വെച്ചു. അപ്പൊ മക്കൾക്ക് ചന്ദനക്കുറി ഇടണം എന്നും പറഞ്ഞിട്ട് ഞാൻ ചന്ദനക്കുറി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിന്റെ പരിസരം. നല്ല ഭംഗിയുണ്ട്, പച്ചപ്പാർന്ന് കിടക്കുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം നല്ല പച്ചക്കളറായിട്ട് പുല്ലുകളൊക്കെ ആയി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളപ്പോഴ് കൃഷ്ണ വന്നാല് ഭക്ഷണം കഴിക്കാൻ കയറാലോ എന്ന് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആദിക്കുട്ടൻ എത്തിയിട്ടുണ്ട്. കൃഷ്ണ പതുക്കെ നടന്നു വരുന്നുണ്ട്. കൃഷ്ണ നടന്നു വരുന്നുണ്ട് കേട്ടോ. മക്കള് എല്ലാവരും കൂടെ നല്ല കളിച്ച് ആർമാദിക്കുകയാണ്. കാരണം അവർക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ കളിക്കാനൊക്കെ പറ്റുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സമയം ഇങ്ങനെയൊക്കെയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, വ്ളോഗ് എടുക്കുകയാണ് അല്ലേ എന്ന് പറയുകയാണ്. അപ്പൊ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്റെ ഫ്രണ്ടാണ് ഷൈനേച്ചി, ഷൈനേച്ചിയുടെ മോൻ. അത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്മണീച്ചി. എല്ലാവരെയും കണ്ടു. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയല്ല എല്ലാവരെയും കാണാൻ പറ്റുക. അത് സമർത്ത്, പ്രണവ്, ഷൈനേച്ചിയുടെ മോനും എല്ലാവരും മോൻ്റെ ഫ്രണ്ട്സാണ് അവരൊക്കെയും. അപ്പം സമർത്തിൻ്റെ ഒന്നും അമ്മ വന്നിട്ടില്ല. ഷൈനേച്ചിയുടെ കൂടെയാണ് അവരെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ രേഷ്മ പായസം എടുത്തിട്ട് കഴിച്ചില്ല. അപ്പൊ ഞങ്ങളുടെ കഴിച്ചോന്നും പറഞ്ഞിട്ട് കൃഷ്ണടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവള് കൈ കഴുകാൻ പോയേക്കാണ് കേട്ടോ. അപ്പൊ മക്കളെല്ലാവരും കൂടെ കണ്ടപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. രേഷ്മ കൈ കഴുകി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ട് മാറി പോവാണ് കേട്ടോ. ഒന്ന് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. മക്കൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അതാ മക്കൾ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞങ്ങളുടെ ഊട്ടുപുര. അപ്പൊ ഭക്ഷണം സാമ്പാറ്, അവിയല്, ഒരു ഉപ്പേരി, പപ്പടം, ഇഞ്ചുംപുളി ഇതായിരുന്നു കേട്ടോ സദ്യയിലുണ്ടായിരുന്നു. പിന്നെ പായസം. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചു. അവിടെ ദേവിക്ക് നിവേദ്യം വെച്ചേക്കാണ്. ദേവിക്ക് നിവേദ്യം വെച്ചതിന് ശേഷമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പൊ മക്കളെ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ്. മോള് ഞാൻ മുഴുവൻ കഴിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞുമണി എടുത്ത് പറയാണ് ഞാൻ മുഴുവൻ കഴിച്ചു എന്ന്. കുഞ്ഞുമണി മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണ അവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ആൾക്കാർ നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എല്ലാവരും, ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ കൊടയുണ്ടല്ലോ, അപ്പൊ ഞങ്ങളൊരു ഡാൻസ് ഒക്കെ വെറുതെ ഒരു രസത്തിന് എനിക്കല്ലേ സന്തോഷം. ഞാനും കൃഷ്ണയും അവിടെ നിന്ന് ചെറുതായിട്ടൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടുമ്പോഴാണല്ലോ നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് സന്തോഷിക്കാൻ പറ്റുക. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. മക്കള് എല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പൊ കളിക്കട്ടെ എന്ന് വെച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പം ബായ്.